നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്നത് മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. സർവീസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പണിയുടെ കേസായിട്ടും കൂടി ഞാനിപ്പോൾ എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളൊരു വാഹനം സർവീസിന് കൊടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട സമയം നമ്മൾ കൊടുത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേണ്ട സമയമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ വാഹനം വർക്ക് ചെയ്യാനുള്ളൊരു സമയം കൊടുത്തിരിക്കണം. അത് ചിലപ്പോൾ ഒരു ദിവസമാണോ 2 ദിവസമാണോ എത്രയെന്ന് വെച്ചാൽ നോക്കി അത് നമ്മൾ കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനകത്ത് എന്നെ 2-3 പേര് വിളിച്ച് ചോദിച്ചൊരു കേസുണ്ട്. ഞാൻ 2 ദിവസം വാഹനം കൊടുത്തു, പക്ഷേ എൻ്റെ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പറായില്ല, കൃത്യമായിട്ട് ഓയിൽ മാറിയോ എന്ന് എനിക്ക് സംശയമുണ്ട്, എല്ലാം നീറ്റായിട്ടില്ല, കൊടുത്തതുപോലെ തന്നെ എനിക്ക് തിരിച്ച് കിട്ടിയെന്നൊരു ഫീലുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടായിരിക്കും. പക്ഷേ അവർ സമയം കൊടുക്കാൻ വില്ലിങ്ങാണ്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നൊരു കാര്യമാണ്, വേറൊന്നുമല്ല. നമ്മൾ സമയം കൊടുക്കാൻ റെഡിയാണ്, നല്ല കാര്യമാണ്. പക്ഷേ സമയം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, നിങ്ങളുടെ വാഹനം സർവീസ് ചെയ്യാൻ എത്ര നേരം വേണ്ടി വരുമെന്നും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം ഞാനിപ്പോൾ വാഹനം സർവീസിന് കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ വാഹനത്തിന് ഒരു 30,000 കിലോമീറ്ററിൻ്റെ സർവീസാണ്. ഈ 30,000 കിലോമീറ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അതായത് 30,000 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ, പിന്നെ എ സിയുടെ ഫിൽറ്റർ, പിന്നെ ബാക്കി നോർമലായിട്ടുള്ള ബ്രേക്ക്, സസ്പെൻഷൻ, അലൈൻമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരുന്ന കാര്യങ്ങൾ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര നേരം എടുക്കും? കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ, അങ്ങേറ്റം വാഷിംഗ് കൂടെ ഉൾപ്പെടെ 4 മണിക്കൂർ കൂട്ടാം. പക്ഷേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വാഹനം കൊണ്ടു കൊടുത്തിട്ട് അവർ പറയാം 2 ദിവസം എടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റണം, എന്തിന് ഈ പറഞ്ഞ പോലെ 2 ദിവസം എടുക്കുന്നു, ഈ 2 ദിവസത്തിൻ്റെ ആവശ്യം എന്താണ്? കാരണം ഇന്ന് ഈ വർക്ക് തീർത്ത് തരാൻ പറ്റുമെങ്കിൽ എന്തിന് നിങ്ങൾ 2 ദിവസം എടുക്കുന്നു? പക്ഷേ അതേ സ്ഥാനത്ത് ചിലരെങ്കിലും ഉണ്ടായിരിക്കും, ക്ലച്ച് റീപ്ലേസ്മെൻറ്റ് കാണുമായിരിക്കും, സസ്പെൻഷൻ്റെ കംപ്ലയിൻറ്റ് ഉണ്ടായിട്ട് സസ്പെൻഷൻ മാറാൻ കാണുമായിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ട് ചെല്ലുന്ന സമയത്ത് അവരുടെ 1.5 ദിവസം അല്ലെങ്കിൽ 2 ദിവസം പറഞ്ഞാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. വേറൊന്നും കൊണ്ടല്ല, ക്ലച്ച് മാറണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെ അഴിച്ചിറക്കണം, സസ്പെൻഷൻ നമുക്ക് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തൊക്കെ അഴിക്കണം. ഇതൊക്കെ അധികം താമസം വേണ്ട, പക്ഷേ എന്നാലും ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കണം. ചെയ്ത് കഴിഞ്ഞ് ഓടിച്ച് നോക്കി വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും ഇല്ലെന്ന് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു സമയം നമ്മൾ കൊടുത്തേ പറ്റത്തുള്ളൂ. അതേ സ്ഥാനത്ത് ശരിക്കും ഇതുപോലത്തെ ഒരു നോർമൽ സർവീസിന് 2 ദിവസമോ 3 ദിവസമോ ഒക്കെ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളതങ്ങനെ ചെയ്യരുത്, അല്ലെങ്കിൽ അവിടെ ചെയ്യേണ്ടെന്ന് വെക്കുക. കാരണം നമുക്കിപ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ആണുള്ളത്, ഒരു സ്ഥലം മാത്രമല്ല സർവീസിനുള്ളത്, വേറെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. കൊണ്ടു കൊടുത്തു കഴിഞ്ഞ് ഇന്ന് തരാൻ പറ്റത്തില്ലെങ്കിൽ ചെയ്യേണ്ടെന്ന് പറയണം, വേറൊന്നും കൊണ്ടല്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അവർക്ക് വാഹനം കൂടുതലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ സർവീസ് പ്രോപ്പർ ആകുമോ ഇല്ലയോ നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെ ഒരുപാട് നല്ല രീതിക്ക് വാഹനം നോക്കുന്ന ആൾക്കാരോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, അവിടെ ഇരിക്കുക. കസ്റ്റമർ ലോഞ്ച് ഉണ്ട്, കസ്റ്റമർ വെയിറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വെയിറ്റ് ചെയ്ത് വാഹനം എടുത്തുകൊണ്ട് വരാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലതെന്നും കൂടി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ടൈം കൊടുത്തേ പറ്റത്തുള്ളൂ. പക്ഷേ വർക്കില്ല, ജസ്റ്റ് ഓയിൽ ഫിൽറ്ററും ഈ പറയുന്ന പോലെ എ സി ഫിൽറ്ററും മാറി 4 ബ്രേക്കും ക്ലീൻ ചെയ്ത് സസ്പെൻഷൻ എല്ലാം ചെയ്തെടുക്കാൻ അന്നേ ദിവസം ചെയ്യാൻ സാധിക്കും. പക്ഷേ വേറൊരു കാര്യം കൂടി ഇതിനകത്ത് ഞാൻ പറയാം, 5:30 വരെ വർക്ക്ഷോപ്പ് ഉണ്ട്, 5 മണിക്ക് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറയാം, അല്ലെങ്കിൽ 3 മണിയൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ നടക്കത്തില്ല. രാവിലെ കൊണ്ടുപോകണമെങ്കിൽ ഉറപ്പായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഒരു കാരണവശാലും നിങ്ങൾ പറ്റിക്കപ്പെടാൻ ഇടവരുത്തരുത്.